കർണാടകയിലെ അങ്കോളയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായി രക്ഷാദൌത്യം ദ്രുതഗതിയിൽ തുടരുന്നുണ്ട്. 100 അംഗം NDRF സംഘമാണ് മണ്ണ് നീക്കിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുന്നത്. രക്ഷാദൌത്യത്തിൽ തടസ്സം സൃഷ്ടിച്ച സ്ഥലത്ത് മഴ തുടരുകയാണ്. ഷിരൂരിൽ നിന്നും AK അഭിലാഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ട്രക്കുമായി അപകടത്തിൽപ്പെട്ട അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 84 മണിക്കൂറോളമായി അർജുൻ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ട് കേരള സർക്കാർ അറിയുമ്പോൾ തന്നെ ഏതാണ്ട് 73 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഈ ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ അർജുനായുള്ള പ്രധാന തെരച്ചിൽ നടക്കുന്നത് ഇതിൻ്റെ മറുഭാഗത്താണ്. അവിടേക്ക് പോകാൻ ഏതാണ്ട് 600 മീറ്റർ മാത്രമാണ് ദൂരമുള്ളതെങ്കിൽ പോലും അവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഏതാണ്ട് 35 കിലോമീറ്ററോളം ചുറ്റി പോയാൽ മാത്രമേ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയൂ. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ റോഡിൽ നിറയെ വലിയ പാറക്കല്ലുകൾ വീട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പാറക്കല്ലുകൾ നീക്കിയാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് നദി നിൽക്കുന്നു, അതോടൊപ്പം തന്നെ മറുഭാഗത്താണെങ്കിൽ വലിയ കുന്ന് ഇടിഞ്ഞു നിൽക്കുന്ന നിലയിലാണ്. അതോടൊപ്പം തന്നെ മണ്ണ് ഏത് സമയത്തും കൂടുതൽ ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ വളരെ അപകടം നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് എന്ന് വേണം പറയാൻ. ഏതായാലും ഈ സമയത്ത് പോലും രക്ഷാപ്രവർത്തനം കേരള സർക്കാരിൻ്റെ ഒക്കെ ഇടപെടലുണ്ടായ ഒരു സാഹചര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. ഏതായാലും ഒരു പ്രതീക്ഷയുടെ പൊൻതിരിവട്ടം ഇപ്പോഴും നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 85 മണിക്കൂറോളമായി അർജുൻ ഈ ട്രക്കും ഈ മണ്ണിനടിയിൽ കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതോടൊപ്പം കോടയുണ്ട്, നീർച്ചാലുകൾ ഒഴുകി വരുന്നു ഈ മലയുടെ മുകളിൽ നിന്നും. അതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ ഗുരുതരമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതൊക്കെ മറികടന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം എപ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് തീർപ്പ് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. NDRFൻ്റെ 100ഓളം അംഗങ്ങളാണ് രക്ഷാപ്രവർത്തനവുമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പോലീസ് അടക്കമുള്ള വൻ സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. നേവി അടക്കം നേരത്തെ ഈ പുഴയിൽ തിരച്ചിൽ നടത്തിയപ്പോൾ ഈ പുഴയിൽ ട്രക്കില്ല എന്ന് കണ്ടെത്തിയിരുന്നു, സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മണ്ണിനടിയിൽ തന്നെയായിരിക്കും അർജുനും ട്രക്കും ഉള്ളത് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അതോടൊപ്പം തന്നെ GPS ട്രാക്കിംഗ് പ്രകാരം ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു നിഗമനത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു. അവിടേക്ക് എത്തിപ്പെടണമെങ്കിലാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ പാറക്കെട്ടുകൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ പാറക്കെട്ടുകൾ നീക്കം ചെയ്താൽ മാത്രമേ അങ്ങോട്ട് പോകൂ. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന തരത്തിൽ ഉറപ്പില്ലാത്ത തരത്തിലുള്ള മണ്ണുണ്ട്. ആ മണ്ണ് നീക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ദുഷ്കരമായ ഒരു ദൗത്യമാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്നലെയൊക്കെ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട്. പക്ഷേ അത്രത്തോളം ശക്തമായ മഴ ഇല്ല എങ്കിൽ പോലും മഴ പെയ്യുന്നു. ഇത് തെരച്ചിലിനെ വളരെ ഗുരുതരമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് വേണം ഇപ്പോൾ ഈ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. ഏതായാലും പാതിരാത്രിയും ഈ തെരച്ചിൽ നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഇടപെടലുണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ നിന്നുള്ള ഇടപെടലുകൾ കർണാടക സർക്കാരിന് മേലുണ്ട്. അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്. ഈ സമ്മർദ്ദങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ശക്തമായ തെരച്ചിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം പറയാൻ. ഏതായാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ, അർജുന ജീവന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ളൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 73 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഊർജ്ജഗതിയിലുള്ള ഒരു തെരച്ചിലേക്ക് പോകാൻ കഴിഞ്ഞത്. ഏതായാലും അതിനുശേഷം തന്നെ 10 മണിക്കൂർ കഴിഞ്ഞു. ആ 10 മണിക്കൂർ എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. അർജുൻ ഈ പാറയ്ക്കും ഈ ഇടയിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ള ദൗത്യം തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അർജുൻ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ വൈദ്യസഹായം അടക്കം നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മഴ ശക്തമായി തുടരുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. ഏതായാലും കേരളം കണ്ട, കർണാടകം കണ്ട ഒരു വലിയൊരു രക്ഷാദൗത്യത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നൽകിയത് അർജുനെ രക്ഷിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. നല്ല മഴയാണ് അവിടെ, കനത്ത മഴ രക്ഷാ ദൗത്യത്തിന് ഇപ്പോൾ തടസ്സമായി മാറിയിരിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം ഷിരൂരിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ്റെ ലോറി അതിപ്പോഴും മണ്ണിനടിയിലാണ്. അവിടെ ആ മലമുകളിൽ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. താഴേക്ക് വെള്ളം ഒലിച്ചു വരുന്നു. ചെളി കൂടിക്കിടക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. അർജുനായുള്ള തെരച്ചിൽ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുന്നു. നാളെ പുലർച്ചെ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ പുനരാരംഭിക്കാൻ ശ്രമമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കണം എന്ന് അർജുന്റെ സഹോദരൻ ആവശ്യപ്പെടുന്നു. തെരച്ചിലിന് സൈന്യം ഇറങ്ങണം എന്നാണ് അർജുന്റെ കുടുംബം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.
GPS സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് അർജുൻ ജീവനോടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് മുനീർ. ജനവാസ മേഖലയിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്നത്. യാത്രക്കിടയിൽ സ്ഥിരമായി വാഹനം പാർക്ക് ചെയ്യുന്ന ഇടത്താണ് ലോറി നിർത്തിയതെന്നും അർജുനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച മുനീർ പറഞ്ഞു. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അവർ അതിന് മുന്നേ ഇവിടെ തന്നെ ചെക്ക് ചെയ്ത് പോവാണ് അവിടേക്ക്. ആ സ്പോട്ടിലേക്ക് എത്താനായിട്ടുണ്ട് ഏകദേശം. ഇന്നലെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ 7:31 ഫോൺ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ആക്റ്റീവ് മീൻസ് നെറ്റ്വർക്ക് കവറിലല്ല, ഫോൺ എവിടെയോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ ചെറിയൊരു നെറ്റ്വർക്ക് എന്തോ കിട്ടിയിട്ടുണ്ടാവും ഒരു ഫോൺ. അത് കാരണം ഇന്ന് രാവിലെയും എൻ്റെ കസിന് വിളിച്ചപ്പോൾ ഒരു റിങ് ഫുള്ള് ചെയ്തതാണ്. നേവി സംഘം എത്തി വാഹനം പുഴയിലില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് തിരച്ചിൽ തുടങ്ങിയതെന്ന് ലോറി ഡ്രൈവർ ജിതിൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ മന്ദഗതിയിലായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായത് രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇടയ്ക്ക് മണ്ണിടിച്ചിലുണ്ടാകുന്നതും സ്ഥിതി ദുഷ്കരമാക്കുന്നുണ്ടെന്നും ജിതിൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. പ്രവർത്തനം നടക്കുന്നത് വെച്ചാൽ MLA ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞ പ്രകാരം ഇപ്പൊ നേവി വന്നിട്ട് ഇവിടെ വണ്ടി പുഴയിലില്ലാന്ന് ഏകദേശം ഉറപ്പ് വരുത്തി, ഏകദേശം 100% ഉറപ്പ് വരുത്തിയിട്ട് അവരെ തെരച്ചിൽ നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞ പ്രകാരം GPS ലൊക്കേഷനിലേക്കാണ് ഇപ്പം മണ്ണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതിനിടെ ചെറിയൊരു ലാൻഡ് സ്ലൈഡിങ് ഇപ്പോൾ വശത്ത് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. ഇപ്പം മലയിൽ അവിടെ നിന്ന് ഇടിഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാവരും പേടിച്ച് അവിടെ നിന്ന് കൂടെ പോകുന്നതാണ്, പോലീസുകാർ എല്ലാവരും കൂടെ പോകുന്നത്. ഇപ്പോൾ അവിടെ പക്ഷെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. ഇവിടെ ആ രീതിയിലുള്ളൊരു വർക്ക് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനം ഒന്നും ഇവിടെ നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കാലാവസ്ഥ പ്രതികൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ. പിന്നെ എന്തായാലും നല്ല രീതിയിലുള്ള മണ്ണ്, അതായത് നമുക്കറിയാമല്ലോ ഒരു ലോറിയുടെ ഹൈറ്റിൽ ലോറിയും ഞങ്ങൾ ഇപ്പം അവിടെ മണ്ണെടുത്തിട്ട് ഒരു ടിപ്പറിലേക്ക് ഇടുന്നുണ്ടല്ലോ. ആ ടിപ്പറിന്റെ ഒരു കാൽഭാഗം കൂടി മണ്ണ് മുകളിൽ നിൽക്കുന്നുണ്ട്. അത്രയും ഹൈറ്റിൽ ഇനി മണ്ണെടുക്കാനുണ്ട് അവിടെ. അപ്പൊ അതിന്റെ അടിയിലാണ് ഈ ലോറി കിടക്കുന്നത്. അപ്പം നമ്മുടെ മരവും ലോറിയൊക്കെ ആ മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് 100% ഉറപ്പ്. ജിതിനും മുനീറും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അല്പസമയം മുമ്പ് ശേഖർ കുര്യാക്കോസ് സംസാരിച്ചിരുന്നു നമ്മുടെ ഷോയിൽ. ശേഖർ കുര്യാക്കോസ് പറഞ്ഞത് ഇപ്പോൾ ആ മണ്ണ് നീക്കുന്നത് ശരിയായ നിലയിൽ തന്നെയാണ്. കാരണം റോഡിൽ നിന്ന് വേണം മണ്ണ് നീക്കി തുടങ്ങാൻ. കാരണം നേരത്തെ സുജയ നമ്മൾ ചിത്രീകരിച്ചപ്പോൾ 2 ഭാഗത്തു നിന്നുമായി മണ്ണ് വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഉത്തരകന്നഡയിൽ ഇന്ന് റെഡ് അലേർട്ടുമാണ്. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നാളെയും അതെ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് AK അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നല്ല മഴ പെയ്യുന്നുണ്ട്. കനത്ത മഴയാണ് പെയ്യുന്നത്. മഴ ഒപ്പം കാറ്റ്. മാത്രമല്ല അവിടെ ഒരു അപകടമുള്ളത് ഈ ഗംഗാവലി നദിയുണ്ടല്ലോ, ആ നദിയുടെ തൊട്ട് കരയ്ക്കാണ് ഈ പ്രദേശം കിടക്കുന്നത്. ഇനി അവിടെ ഒരു ഇടിവുണ്ടായാൽ ഈ റോഡ് കൂടി ഇടിഞ്ഞ് പുഴയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു അപകടകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് പോലും വലിയ ഭീഷണി ഉയർത്തുന്ന രീതിയിലുള്ളൊരു പ്രതികൂലമായ അവസ്ഥ കൂടി ഉണ്ട്.